ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അറിവിന്റെ വലിയൊരു അക്ഷയ ഖനിയാണ് പുനൂർ ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ. 101 വർഷത്തെ പാരമ്പര്യവും 1100ഓളം കുട്ടികളുടെ സ്വപ്നങ്ങളും തുടിക്കുന്ന ഈ മഹാവിദ്യാലയത്തിന്റെ അമരത്ത് ഇന്ന് ഗാംഭീര്യത്തോടെ ഒരാളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ അബൂബക്കർ മാസ്റ്റർ. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹം എന്നും കുണ്ടായി മാസ്റ്റർ ആണ്. തന്റെ നാടിന്റെ പേര് സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച തൂലികാനാമം ഇന്ന് ഏവർക്കും സുപരിചിതം. സൗമ്യമായ പെരുമാറ്റവും കണിശമായ നിലപാടുകളും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ഹെഡ് മാസ്റ്റർ എന്ന പദവിയിൽ ഇരിക്കുമ്പോഴും കുട്ടികളോടുള്ള ആ സ്നേഹവും കരുതലും അദ്ദേഹം കൈവിട്ടില്ല. സ്കൂളിന്റെ വികസനത്തിനായാലും നാട്ടിലെ പൊതുപ്രവർത്തനത്തിനായാലും കുണ്ടായി മാസ്റ്റർ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. 1970 മെയ് 3 കുണ്ടായി എന്ന ഗ്രാമത്തിൽ ഹസൻ കോയ നഫീസ ദമ്പതികളുടെ 5 മക്കളിൽ മൂത്ത മകനായി ജനനം. ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ വളരെ നേരത്തെ തന്നെ ആ ബാല്യത്തെ തേടിയെത്തിയിരുന്നു. 9ാം വയസ്സിൽ പിതാവ് ഹസൻ കോയ വിട പറയുമ്പോൾ തളർന്നു പോകാമായിരുന്ന ആ കുടുംബത്തിന് കരുത്തായി മാറിയത് നഫീസ എന്ന ഉമ്മയായിരുന്നു. കുണ്ടായി LP സ്കൂളിലും ഈയാട് MI UP സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുട്ടമ്പൂർ സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി 3ാം റാങ്കുകാരനായി വിജയിച്ച ശേഷം ചേളന്നൂർ SN കോളേജിലെ കലാലയ ജീവിതം അദ്ദേഹത്തിന് പകർന്നു നൽകിയത് അറിവിനോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള വലിയൊരു പ്രതിബദ്ധത കൂടിയായിരുന്നു. തന്റെ മകൻ മികച്ചൊരു അധ്യാപകൻ ആകണമെന്ന ഉമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കോഴിക്കോട് GTTI മെൻസ് കോളേജിൽ പഠനം. 1990 ഫെബ്രുവരി 20 വാഗയാട് GLP സ്കൂളിൽ അധ്യാപകനായി ചുവടുവെക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 19. അബൂബക്കർ എന്ന യുവ അധ്യാപകന്റെ ആവേശവും അറിവും വൻമുഖം GUPSലൂടെയും കാസർഗോഡ് നെല്ലിക്കുന്ന് AUAUPSലൂടെയും കടന്നുപോയി. 1993 സെപ്റ്റംബറിൽ മലപ്പുറം ജില്ലയിലെ ഒഴുക്കൂർ GMUP സ്കൂളിൽ PSC വഴി നിയമിതനായതോടെ ആ ഔദ്യോഗിക ജീവിതത്തിന് പുതിയൊരു ഊർജം കൈവന്നു. മലപ്പുറം ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും സേവനത്തിന് ശേഷം അബൂബക്കർ മാസ്റ്റർ തന്റെ സ്വന്തം ജില്ലയായ കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തുന്നത് വാവാട് GMLP സ്കൂളിലൂടെയാണ്. അന്യനാട്ടിൽ നിന്ന് ആർജിച്ച അനുഭവ സമ്പത്തുമായി സ്വന്തം മണ്ണിലെ കുട്ടികൾക്ക് അറിവ് പകരാൻ എത്തിയ ആ നിമിഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നിർണായകമായ ഒരു തിരിച്ചുപോക്കായിരുന്നു. പിന്നീട് ഇളയറ്റിൽ GMUP സ്കൂളിലും അദ്ദേഹം തന്റെ കർമ്മമുദ്ര പതിപ്പിച്ചു. ക്ലാസ് മുറികളിലെ അധ്യാപനത്തിൽ നിന്ന് കൊടുവള്ളി ഉപജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ നയിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കുണ്ടായി മാഷ് ചുവടുവെക്കുന്നത് 2008 കൊടുവള്ളി BRCയിൽ ട്രെയിനറായി എത്തിയതോടെ അദ്ദേഹത്തിലെ മികച്ച സംഘാടകനെയും അക്കാദമിക് വിദഗ്ധനെയും ലോകം തിരിച്ചറിഞ്ഞു. അധ്യാപകർക്ക് പുതിയ പഠന രീതികളെക്കുറിച്ച് പരിശീലനം നൽകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നീട് BPO എന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചുമതല അദ്ദേഹത്തിന്റെ കൈകളിലെത്തിയപ്പോൾ കൊടുവള്ളി ഉപജില്ലയിലെ ഓരോ സ്കൂളിനും അതൊരു വലിയ കരുത്തായി മാറി. കൊടുവള്ളി BRCയിലെ ആദ്യഘട്ട സേവനത്തിന് ശേഷം കുണ്ടായി മാഷ് തന്റെ കർമ്മപഥം തുടർന്നത് ആരാമ്പ്രം GMUP സ്കൂളിലായിരുന്നു. തുടർന്ന് കൊടുവള്ളി GHSSലും കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ലിംഗസമത്വത്തിന്റെ പുതിയ പാഠങ്ങൾ കുറിക്കപ്പെട്ട ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ വിദ്യാലയങ്ങളിലെല്ലാം വെറുമൊരു അധ്യാപകൻ എന്നതിലുപരി കുട്ടികളുടെ മനസ്സിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ സ്നേഹമായി അദ്ദേഹം മാറി. അധ്യാപകനിൽ നിന്ന് വിദ്യാലയത്തിന്റെ നാഥനിലേക്കുള്ള മാറ്റം വെളിമണ്ണ GMLP ആൻഡ് UP സ്കൂളിലൂടെയായിരുന്നു. ആദ്യമായി ഹെഡ് മാസ്റ്ററായി ചുമതലയേറ്റ വെളിമണ്ണയിൽ ഭരണപരമായ മികവിലൂടെ സ്കൂളിനെ ഉന്നതിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുവിൽ 101 വർഷത്തെ പാരമ്പര്യമുള്ള 1100ഓളം കുട്ടികൾ പഠിക്കുന്ന പുനൂർ GMUP സ്കൂളിന്റെ അമരക്കാരനായി അദ്ദേഹം എത്തിയത് തന്റെ 36 വർഷത്തെ അനുഭവ സമ്പത്ത് വിദ്യാലയത്തിന് സമർപ്പിക്കാനായിരുന്നു. ഭരണപരമായ കാര്യങ്ങളിലെ കൃത്യനിഷ്ഠയും അധ്യാപകരെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒരുപോലെ കൂടെ നിർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ശ്രദ്ധേയമാണ്. അബൂബക്കർ എന്ന അധ്യാപകൻ എഴുത്തുലോകത്ത് കുണ്ടായി മാഷ് ആയാണ് അറിയപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ ലോകത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ മലയാള ദിനപത്രങ്ങളിൽ ICT പ്രമേയമാക്കി 500-ലധികം പംക്തികൾ അദ്ദേഹം എഴുതി. മികച്ചൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ സമൂഹത്തിന് അറിവ് പകർന്നു നൽകിയ അദ്ദേഹം തന്റെ തൂലികാനാമത്തിലൂടെ ഇന്നും വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയുടെ മനോഹാരിതയും ലളിതമായ അധ്യാപന ശൈലിയും കുണ്ടായി മാസ്റ്ററെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനാക്കി. വിദേശ ഭാഷയുടെ സങ്കീർണതകളില്ലാതെ സ്നേഹത്തിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും അദ്ദേഹം ആ ഭാഷയെ തന്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. അബൂബക്കർ മാസ്റ്ററുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ച അതേ വർഷം തന്നെയായിരുന്നു
അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായി സൗദ ബീവി കടന്നു വന്നതും. 1990 തുടങ്ങിയ ആ ദാമ്പത്യ യാത്ര മാസ്റ്ററുടെ ഓരോ വിജയത്തിലും തിരക്കുകളിലും തണലായി കൂടെയുണ്ട്. ഉമ്മയും ഭാര്യയും 2 മക്കളും അവരുടെ കൊച്ചു സന്തോഷങ്ങളുമായി മാഷിന്റെ മടിത്തട്ടിൽ കളിച്ചു വളരുന്ന കൊച്ചുമകളും അടങ്ങുന്ന ആ ചെറിയ ലോകമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. 36 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി 101 വർഷത്തെ പാരമ്പര്യമുള്ള പൂനൂർ സ്കൂളിന്റെ പടികളിറങ്ങി വിശ്രമ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവരുടെ ഊഷ്മളമായ സ്നേഹത്തണലിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. പ്രിയപ്പെട്ട അബൂബക്കർ മാസ്റ്റർക്ക് അറിവിനൊപ്പം വിനയവും കരുതലും സ്നേഹവും നിലപാടുകളും ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സ്വന്തം കുണ്ടായി മാഷിക്ക് കുടുംബത്തോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ദീർഘായുസ് നേരുന്നു. ഹൃദയം നിറഞ്ഞ യാത്രാമൊഴികൾ.